സ്വർണ്ണ നിറമുള്ള നിലമ്പൂർ തേക്ക് കൊണ്ട് ഇഷ്ടനേതാവിന് സമ്മാനിക്കുവാൻ കൊളാഷ് നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് ഒരു കലാകാരൻ. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിന് സമ്മാനിക്കുവാനായാണ് ദിവസങ്ങളോളം എടുത്ത് കലാകാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കേരളമൊട്ടാകെ അതിൻ്റെ ആവേശം പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇത് പ്രിൻസ് ഭുവനചന്ദ്രൻ. വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് കലാസൃഷ്ടികൾ കൊണ്ട് ഇദ്ദേഹം ഇതിനകം പ്രശസ്തനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും M സ്വരാജിനോടുമുള്ള ഒടുങ്ങാത്ത ആഭിമുഖ്യമാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ. ഇത്തവണ പൊടിപാറുന്ന മത്സരം നടക്കുന്ന നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കായി ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് ആദ്യമേ കരുതിയിരുന്നു. കഴിഞ്ഞ ദേശാഭിമാനി സൺഡേ സപ്ലിമെൻറ്റിൽ നിലമ്പൂർ തേക്കിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നതോടെ പുതിയ കലാസൃഷ്ടിക്ക് പ്രചോദനമായി. നിലമ്പൂർ തേക്ക് കൊണ്ട് തന്നെ പ്രിയ സഖാവിൻ്റെ ഒരു കൊളാഷ് ഒരുക്കാമെന്ന് പ്രിൻസ് തീരുമാനിച്ചു. അങ്ങനെ നിലമ്പൂരുള്ള സുഹൃത്തുക്കളുടെ സഹായം തേടി. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എരുമമുണ്ട 132ാമത് ബൂത്തിലെ LDF പ്രവർത്തകർ തേക്ക് എത്തിച്ചു തരാമെന്നേറ്റു. അങ്ങനെ ബസ്സിൽ കയറ്റി അയച്ച തേക്ക് ഉപയോഗിച്ച് 6 ദിവസത്തോളം പണിപ്പെട്ടാണ് രൂപം യാഥാർത്ഥ്യമായത്. $25 കിലോ തേക്ക് തടിയാണ് നിലമ്പൂരിൽ നിന്നും അയച്ചു കൊടുത്തത്. ഇതിൽ നിന്നും 560-ലധികം കഷ്ണങ്ങൾ വിവിധ ആകൃതിയിൽ മുറിച്ചെടുത്ത് കൊളാഷ് തീർക്കുകയായിരുന്നു. ഉടൻ തന്നെ കലാസൃഷ്ടിയുമായി നിലമ്പൂരിലേക്ക് പോകാനാണ് ഈ കലാകാരൻ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിൽ നിലമ്പൂർ തേക്കിനെ കുറിച്ച് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് പെട്ടെന്ന് നിലമ്പൂർ മത്സരിക്കുമ്പോൾ നിലമ്പൂർ തേക്ക് വെച്ച് തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സൃഷ്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരികയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നിലമ്പൂർ എരുമമുണ്ട എന്ന ഒരു സ്ഥലത്ത് 132ാം ബൂത്ത് നമ്പറിൽ അവർക്ക് ഒരു ഇത് സൃഷ്ടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അവരാണ് ഇതിനുള്ള തടിയും സാധനങ്ങളും ഒക്കെ നമുക്ക് എത്തിച്ചു തന്നത്. ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അതോടൊപ്പം അവിടെ നിലമ്പൂർ എത്തിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അവിടുത്തെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കണമെന്നും കൂടാണ് ആഗ്രഹം. കുറച്ചു ദിവസം പ്രചരണ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ശേഷമാകും പ്രിൻസ് ഇടുക്കിയിലേക്ക് തിരികെ എത്തുക. സ്ഥാനാർത്ഥിക്ക് തന്നെ നേരിട്ട് കലാസൃഷ്ടി കൈമാറാനാണ് താല്പര്യമെന്നും ഈ കലാകാരൻ പറയുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.